ഈ ബലൂച്ച് ട്രെയിൻ റാഞ്ചിനുമായി ബന്ധപ്പെട്ട് ഇപ്പം നാഷണൽ മീഡിയ ആണെങ്കിലും കേരളത്തിലെ മീഡിയ ആണെങ്കിലും ചില ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റിപ്പോർട്ടിംഗ് പാറ്റേൺ ഞാൻ പറഞ്ഞു തരാം. ഇവരൊക്കെ കോട്ട് ചെയ്യുന്നത്, ഇവർ ന്യൂസ് എടുക്കുന്നത് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയിൽ നിന്നാണ്. ഒന്നില്ലെങ്കിൽ അത് റോയിറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് അമേരിക്കൻ അസോസിയേറ്റഡ് പ്രസ് ആയിരിക്കും. ഈ രണ്ട് ഏജൻസികൾക്കും പാകിസ്ഥാനിൽ ബ്യൂറോ ഇല്ല. പക്ഷേ ഈ രണ്ട് ഏജൻസികൾക്കും ഇന്ത്യയിൽ ബ്യൂറോ ഉണ്ട്. അപ്പം ഈ ബ്യൂറോ ഇല്ലാത്ത ഏജൻസികൾ അവിടെ നിന്നും സ്റ്റിങ്ങേഴ്സ് ഉണ്ട്, അതായത് ഫ്രീലാൻസ് ആയിട്ട് ഓരോ സ്റ്റോറിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് റിപ്പോർട്ട് എടുക്കുന്നത്, നമ്പർ 1. പിന്നീട് ഇവർക്ക് ഈ അൽ ജസീറയ്ക്ക് അവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ബ്യൂറോ ഉണ്ട്, അതും കോട്ട് ചെയ്യും. പിന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് മാത്രമായിരിക്കണം ഈ ഏജൻസികൾ, അതായത് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ കൊടുക്കാൻ പാടുള്ളൂ. ISPR പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം, പാകിസ്ഥാനിൽ മീഡിയ ഭയങ്കര സെൻസറിയാണ്. അവർ ഈ പറയുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അല്ലാതെ മറ്റുള്ള സംഭവങ്ങൾ കൊടുക്കുന്നതിന് ഫേക്ക് ന്യൂസ് എന്നും പറഞ്ഞ് അവിടെ പട്ടാളം കയറി അതിനെ പിടിച്ചൊതുക്കും. അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഞാൻ 1-2 ഡിസ്ക്രിപ്പൻസീസ്, അതായത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മലയാളം മീഡിയയിലും മറ്റുള്ള മീഡിയ TV ചാനലൊക്കെ വരുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഗ്രാഫിക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അക്യുറേറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. ഓരോ ഇൻസിഡൻറ്റ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത്, എന്താണ് അതിനകത്തുള്ള പറഞ്ഞതിൻ്റെ അകത്ത് മാറ്റി പറഞ്ഞത്, അതിൻ്റെ പ്രശ്നം എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അത് നോക്കുമ്പോഴും ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോന്നായിട്ട് പിടികിട്ടും. ഞാനത് മലയാളം മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല, അവർക്ക് റിസോഴ്സസ് ഇല്ല. പിന്നെ അവരുടെ ഇതിൻ്റെ നോക്കുന്ന സീനിയറായിട്ടുള്ള ആളുകൾക്ക് ഈ സംഭവങ്ങളെ പെട്ടെന്നായിട്ട് ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് ഇവർക്ക് ബേസിക്കായിട്ട് അറിയത്തില്ല. ഇത് ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ഇത് എക്സ്പീരിയൻസ് എപ്പോഴും മാറ്റർ ചെയ്യും. സെക്യൂരിറ്റി ഇഷ്യൂസും ആണെങ്കിലും കോൺഫ്ലിക്ട്സ് ആണെങ്കിലും വാർ ആണെങ്കിലും ഒക്കെ ഞാൻ വലിയ മിടുക്കനായിട്ട് പറയുമൊന്നുമല്ല. കാരണം ഞാൻ എൻ്റെ തൊഴിലിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് ഇങ്ങനൊരു സംഭവം ആയതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കുറച്ച് വലിയ രീതിയിൽ ആധികാരികമായിട്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനും സോഴ്സുകളുണ്ട് കൺഫേം ചെയ്യാനും സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടതാണ് വീഡിയോയിലൊക്കെ, അതായത് ഈ മലയാളം ചാനലിലൊക്കെ നിങ്ങൾ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു. ഇപ്പം ട്രെയിൻ പോകുന്ന ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. മലയാളം മീഡിയ ഒന്നടങ്കം പറഞ്ഞത് അതാണ് ജാഫർ അസ്പാക്സ്. അതാണ് ഞാൻ ബേസിക്കലി പറയുന്നത്. ഇവർക്കിതിനെപ്പറ്റി കോമൺ സെൻസി ധരിക്കാനുള്ള ധാരണയില്ല. ആ വിഷ്വൽ കാണിച്ചേക്കുന്ന ഡേ ടൈം എഗ്രീഡ്, ട്രെയിൻ പിടിച്ചേക്കുന്ന നൈറ്റിൽ എവിടെ ഹില്ലിൻ്റെ മുകളിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നുണ്ട്, പട്ടാളം പറയുന്നുണ്ട്, ഈ ബോലൻ പാസിൻ്റെ മേളിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ട്രെയിൻ പോകുന്ന സമതലത്തിൽ കൂടെ. ഇതാണ് ഈ ബ്ലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാ ബേസിക്കലി അതുണ്ടായത്? ഈ ഹൈജാക്ക് ചെയ്ത് ട്രെയിൻ കൊണ്ടുപോയ ബന്ദികളെ ഒരു മലയുടെ മുകളിൽ ടണലിനടുത്തായിട്ട് നിർത്തിയേക്കുവാണ്. അതാണ് സംഭവം. ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഈ പല ബന്ദികളെ പല ടണലിനകത്തോട്ട് കയറ്റിയേക്കുവാണ്. അപ്പം അങ്ങോട്ട് പോകേണ്ട റോഡുകളെല്ലാം ഈ BLAക്കാർ ബ്ലാസ്റ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞു. കാരണം ചെറിയ നാരോ റോഡ്, ഭയങ്കര ടെറൈനായത്. അപ്പോൾ ഇവരാദ്യം പട്ടാളക്കാര് പാകിസ്ഥാനിലെ കറ്റാർ റെജിമെന്റ് അവിടെ ഉള്ള ആർമേഡ് അവിടുത്തെ ഡിവിഷൻ അവർ മൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ നിന്ന് ഫയറിങ്ങും ഗൺ ഫയറും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു ധാരണ അനുസരിച്ച് ടെലഗ്രാം അതേപോലുള്ള പല ചാനലിലൊക്കെ പല വാർത്തകൾ, ഞാൻ അതും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് പലരായിട്ടും ആദ്യത്തെ ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി പാകിസ്ഥാൻ ആർമി ശ്രമിച്ചപ്പോൾ ഏകദേശം 160ഓളം പാകിസ്ഥാൻ ആർമി ജവാൻസാണ് കൊല്ലപ്പെട്ടത്. ട്രക്കുകൾ ഉൾപ്പെടെ കത്തിച്ച് ദൂരെ കളഞ്ഞു. അത് എന്നിട്ട് അവരുടെ ഇന്ന് വെപ്പൺസും മേടിച്ചോണ്ട് BLAക്കാർ മേളിലോട്ട് കയറി. അതാണ് ഈ ഓപ്പറേഷൻ്റെ അകത്ത് വന്ന് ഏറ്റവും വലിയ ഇവരുദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് ഈ സംഭവങ്ങൾ പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി കരമാർഗം പോകാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ചെയ്ത സംഭവം എന്തുവാ, അവിടുന്ന് കൊച്ചയൊരു ട്രെയിനിൻ്റെ അകത്ത് ഏകദേശം 300ഓളം
കമാൻഡോസ്, അതിൻ്റെ അകത്ത് ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ 200 പേരോളം 250 പേരോളം ട്രെയിനിൽ പോകാൻ ശ്രമിച്ചു. ഈ ട്രെയിനാണ് ഇവർ ബ്ലാസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ല ജാഫർ എക്സ്പ്രസ് അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ജാഫർ എക്സ്പ്രസ് മേളിൽ കിടക്കുക, അതിൻ്റെ ബന്ധുക്കളെ വെച്ചേക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ. ഞാൻ ഇവരെ മുഴുവനായിട്ട് കുറ്റം പറയുമല്ല, ഇവർ കോമൺ സെൻസിലാണ് ആലോചിക്കേണ്ടത്. എന്നിട്ട് ഇത് കൺഫേം ചെയ്യണം, അറിയാവുന്നവരെ വിളിച്ച് ചോദിക്കണം. ഇതെങ്ങനെയാണ് ഇപ്പോഴും ഈ ട്രെയിൻ പകൽ സമയത്ത് ട്രെയിൻ അവിടെ ബന്ധുക്കളാക്കിയേക്കുന്നത് രാത്രിയിലാണ്. ഇങ്ങനെ പകൽ സമയത്ത് അത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. കോമൺ സെൻസ് ആയത്, ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. പിന്നീട് ഇവർ ബ്ലാസ്റ്റ് ചെയ്തു എന്ന് എവിടെയും പറയുന്നില്ല, പാകിസ്ഥാൻ ഗവൺമെന്റും പറയുന്നില്ല ബ്ലാസ്റ്റ് ചെയ്തു എന്ന്. കാരണം ആ ട്രെയിൻ തടഞ്ഞു, അതിൻ്റെ ട്രെയിനിൻ്റെ ഡ്രൈവറെ ശരിക്കും ഇൻജുവേർഡ് ആക്കി ട്രെയിൻ പിടിച്ചെടുത്തു. ഇതാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് പട്ടാളം പറയുന്നത്. എഗ്രീഡ്. അപ്പോഴെന്നോട് ബ്ലാസ്റ്റ് ഉണ്ടായത്. ഞാനിതാ പറഞ്ഞു, അവരുടെ റെയിൽവേ ലൈൻ മുഴുവൻ ഒരു ബ്ലാസ്റ്റും, സമതലത്തിൽ കൂടെ പോകാൻ പോലും, അതായത് പ്ലെയിൻ ടെറൈനിൽ കൂടെ പോലും ആ ഭാഗത്ത് ട്രെയിൻ എത്താൻ പാടായ രീതിയിൽ അത് BLA ആക്കി തീർത്തു. ഇതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഇവർ ചെയ്ത, ബ്ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒരു പുറത്ത് വിട്ടു. എന്നിട്ട് അതിനകത്ത് ഈ ട്രെയിൻ അങ്ങ് മറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് ഈ BLA-ക്കാര്, ഇതിനകത്ത് മുഴുവൻ പട്ടാളക്കാരും ഡോക്ടേഴ്സും കമാൻഡോകളും അവരെ ഫയർ ചെയ്ത് കൊന്നു. അതിൻ്റെ കണക്ക് ഇന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. അപ്രോക്സിമേറ്റ് ഏകദേശം 500-ന് മുകളിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത സംഭവം, അടുത്ത പോയിന്റ്. ആദ്യം പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞു 300, പിന്നെ അത് 400 ട്രെയിൻ പാസഞ്ചേഴ്സ്, അതായത് ജാഫർ എക്സ്പ്രസ് ട്രാവൽ ചെയ്യുന്നവർ. പിന്നീട് അവർ പറഞ്ഞു 165 പേരെ അവർ ഫ്രീ ചെയ്തു. ഈ 165 പേരെ ഫ്രീ ചെയ്ത് ഈ അവരെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെ വിട്ടുകൊടുക്കുക. അവർക്കൊന്നും ഇഞ്ചുവേർഡ് ഒന്നും ആയിട്ടില്ലേ. ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ ഫയറിങ് ഉണ്ടാവത്തില്ലേ, തിരിച്ച് ഫയറിങ് ഉണ്ടാവത്തില്ലേ. അവർ ഫ്രീ. എന്നിട്ട് ഈ സ്ത്രീകളും കുട്ടികളും അവിടെയുള്ള ലോക്കൽ ചാനൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് നല്ല പോലാണ് ഇവർ പെരുമാറിയത്. അവർക്ക് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റും പാകിസ്ഥാൻ ആർമി എന്താ പറഞ്ഞ്, ഈ സ്ത്രീകളെ ഹ്യൂമൻ ഷീൽഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ തെറ്റാലോചിച്ച് എത്ര വലിയ ഡിസ്ക്രിപ്ഷൻ അന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊന്ന്, പാകിസ്ഥാൻ പട്ടാളം ഗവൺമെന്റും പറയുന്നു ഈ ട്രെയിനിൻ്റെ അകത്ത് ഒരു പട്ടാളക്കാരൻ പോലും ഇല്ല. ഈ ട്രെയിനിൽ, അതായത് ജാഫർ എക്സ്പ്രസിനകത്ത് ഒരു മിലിറ്ററി കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ബലൂച്ച് പറഞ്ഞു കഴിഞ്ഞ് ഏകദേശം 100-ലധികം മിലിറ്ററിക്കാരെ അവർ തടവിൽ വെച്ചിട്ട് അതിൻ്റെ പേരിലാണ് അവരെ ട്രെയിൻ പിടിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാൻ ഗവൺമെന്റ് വെടിയങ്ങ് തീർത്തുകയാണ്. കാരണം 100, 150, 200-ലധികം പേര് റംസാനുമായിട്ട് പോകുന്ന, അത് മിലിറ്ററി കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെയാണ് കയറി പിടിച്ചേക്കുന്നത്. ഇവരെ റെസ്ക്യൂ ചെയ്ത് ആരൊക്കെയാണ് നിന്നും പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുന്നില്ല. അതാണ് പറയുന്നത്, എല്ലാവരെയും ആരെ ഫ്രീ ആക്കി? അതാണ് ചോദ്യം. ആരെയാണ് ഫ്രീ ആക്കിയത്? ഇനി അടുത്ത സംഭവം പാകിസ്ഥാന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടുത്തെ ഇന്റീരിയർ മിനിസ്റ്റർ, അതായത് തലാൻ ചൗധരി, ഇന്റീരിയർ ഹോം മിനിസ്റ്റർ, അയാൾ പറഞ്ഞു ഏകദേശം 70-നും 80-നും അകത്തുള്ള BLA-ക്കാർ, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കാരാണ് ഈ ട്രെയിൻ പിടിച്ചിരിക്കുന്നത്. എഗ്രീഡ്. ഇത് പാകിസ്ഥാൻ ഹോം മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അയാളത് മാറ്റിയും പറഞ്ഞിട്ടില്ല. ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖമാണ് ആ സ്റ്റുഡിയോയിൽ പോയിട്ട്. പക്ഷെ ഇന്നലെ പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ M. ഷരീഫ് അദ്ദേഹം എന്താ പറഞ്ഞത്, 33 പേര്, അതായത് BLA-ക്കാരെ വെടിവെച്ച് കൊന്നിട്ടാണ് ഇവരെ ഫ്രീ ചെയ്തത്. ബാക്കിയുള്ളവരോടെ പോയി. ഇവർ പറയുന്നതിൻ്റെ അകത്തെ നരേറ്റീവ്സിൻ്റെ അകത്ത് തെറ്റുകളാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരോടെ പോയി. ഓരോ ഇൻസിഡന്റ് വെച്ചാണ് ഈ പറയുന്നത്. അതുപോലെ മുഴുവനും തെറ്റുകൾ മാത്രമേ പറയൂ. ഇപ്പം ഞാൻ അറിയാൻ സാധിച്ചത്, പാകിസ്ഥാൻ ഗവൺമെന്റും പട്ടാളത്തിനും മനസ്സിലായി ഇവരെ തൊടാൻ പറ്റത്തില്ല, അവരെ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്.
അവർ ഈ പറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷൻ ഉപേക്ഷിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വീണ്ടും അവിടുത്തെ പട്ടാളക്കാർക്ക് ഫയറിങ്ങും അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അവർ വീണ്ടും പുറകോട്ടങ്ങ് മാറി. കാരണം അവർ ഭയങ്കര വാരിയേഴ്സാണ് BLA, മൗണ്ടൻ വാരിയേഴ്സ്, അവരുടെ ടെറൈനാണ്, അവരവിടെ ശരിക്കും ഫൈറ്റ് ചെയ്യും. പാകിസ്ഥാൻ പട്ടാളം കംപ്ലീറ്റ് സറണ്ടേർഡായ രീതിയിലായി മാറി. അപ്പോൾ അവർ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറിയിട്ട് ഈ BLA ഫ്രീ ചെയ്ത ആൾക്കാരെ വെച്ചിട്ട് ഇവർ പറയുന്ന ഗെയിം ആദ്യം പിന്നീട് എന്താ പറഞ്ഞത്, ആകെ 4 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലപ്പെട്ടുള്ളൂ. അറിയാൻ സാധിച്ച 500-നും മുകളിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ഈ ഓപ്പറേഷനുമായിട്ട് പെട്ടെന്ന് കയറി കൊല്ലപ്പെട്ടു. ഈ ട്രെയിനെ പോയവരെ കൊന്നു, ഈ ഓടുവഴി കയറാൻ വന്ന് അവനെ വെടിവെച്ച് കൊന്നു, ഇവരുടെ വെപ്പൺസ് മുഴുവൻ ഈ BLA എടുത്തുകൊണ്ട് പോയി. ഇതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. അതായത് നമ്മൾ ഈ മീഡിയയിൽ പറയുന്നതും ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്ന അതേപോലെ അങ്ങ് വിഴുങ്ങി അങ്ങ് പറയുകയല്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ കാര്യമൊന്നുമല്ല, ഞാനിത് വളരെ റിസർച്ച് ചെയ്ത് പല ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ ഞാൻ ഈ സെക്യൂരിറ്റി ഇഷ്യൂസുമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ്. ഈ BLA എന്താണെന്ന് മനസ്സിലാക്കുക, ആ ടെറൈൻ മനസ്സിലാക്കുക, പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക, എങ്ങനെ അവർക്കവിടെ റീച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളത്തരം മാത്രമാണ്. കാരണം കള്ളത്തരവും കപടതയും പറയുന്നതിൻ്റെ അകത്ത് പാകിസ്ഥാൻ സർക്കാരും ഗവൺമെൻറ്റും, അതായത് പട്ടാളം ഗവൺമെൻറ് പണ്ട് മുതലേ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ. കാർഗിലിനകത്ത് അവിടെ കയറിയത് പാകിസ്ഥാൻ പട്ടാളമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുമ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ജനറൽ മുഷറാഫ് പറഞ്ഞു അവിടെ പാകിസ്ഥാൻ പട്ടാളമാണ് പോയെന്ന്. അപ്പം ബേസിക്കലി പാകിസ്ഥാനുള്ള ജനങ്ങൾക്ക് പോലും അവിടുത്തെ ഗവൺമെൻറ് ഭരിക്കുന്ന പാകിസ്ഥാനാണ്, അവർക്കെതിരെ പറയാനുള്ള ധൈര്യമില്ല. അതാണ് ഈ പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ മീഡിയ സെൻസറാണ്, പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. പിന്നെ ടെലഗ്രാമിൽ കൂടെ പല സംഭവങ്ങളും പുറത്തു വരും, അത് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. ബലൂച്ചിൻ്റെ കാര്യവും വരുന്നുണ്ട് അവിടെ ഇൻസിഡന്റ്. കാരണം അവിടെ ഈ ബന്ദികളാക്കിയ പട്ടാളക്കാർക്ക് ആഹാരം കൊടുക്കുന്നതും കൈ കെട്ടി വെച്ചേക്കുന്ന അവർ പറയുന്നതും ഒക്കെ സംഭവമുണ്ട്. ഇതിനകത്തൊരു ഓഡിയോ ക്ലിപ്പ് വന്നു, അതും ഞാൻ വെരിഫൈ ചെയ്തില്ല. ബലൂച്ചിൻ്റെ കമാൻഡറും അവിടെ ഓപ്പറേഷൻ, അത് അഫ്ഗാനിസ്ഥാനിലും ഇവിടെ, അതായത് ഈ ബലൂച്ചിലെ ഓപ്പറേഷൻ കമാൻഡർ ഈ ഹൈജാക്ക് എടുത്ത ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള ഓഡിയോ ക്ലിപ്പിങ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആദ്യത്തെ ദിവസം 40 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു, അടുത്ത ദിവസം ഞങ്ങൾ 100 പേരെ കൊന്നു. അപ്പം അവരുടെ പ്ലാനുകൾ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടി വിറച്ചിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് ഈ കംപ്ലീറ്റ് റെസ്ക്യൂ ഓപ്പറേഷന് പിന്മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം അടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഏരിയൽ ബോംബിംഗ് നടത്താൻ പറ്റും, പക്ഷേ ഇവരെല്ലാം ഈ ടണലിലൊക്കെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ജെന്യുവനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം പറഞ്ഞ് ഇത്രയും പേരെ ഫ്രീ ആക്കി, 33 ഈ പറയുന്ന BLA-കാരെ കൊന്നു എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നിൽക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പാസഞ്ചർക്ക് പോലും ഇൻജേർഡ് ആയില്ലേ? ഇത് കൗണ്ടർ ഫയർ ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് ഉണ്ടാവുമല്ലോ. നോൺസെൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ വരുന്നത്. ഇത് ഓരോ നരേറ്റീവ്സ് ഉണ്ടാക്കി ജനങ്ങളുടെ, കാരണം അവിടെയുള്ള പാകിസ്ഥാൻകാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഇറാൻ മറ്റേ ഹമാസ് ഇസ്രായേൽ വാറിനകത്ത് ഹമാസാണ് ജയിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ നരേറ്റീവ്സ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഈ നടക്കുന്നത്. വരാനുള്ള ദിവസങ്ങളിൽ യഥാർത്ഥ സംഭവം പുറത്ത്. പിന്നീട് അറിയാൻ സാധിച്ചത് പാകിസ്ഥാൻ ഗവൺമെൻറ് BLA-യുമായിട്ട് ബാക്ക്ഡോർ ടോക്സ് നടക്കുകയാണ്. ഏതെങ്കിലും വിധേയനെ ഈ പറയുന്ന പട്ടാളക്കാരെ മോചിപ്പിക്കുക. കാരണം അതെവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെയുള്ള താലിബാൻ ഗവൺമെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് ഈ പട്ടാളക്കാരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. മറ്റൊരു സംഭവം, ഇതിൽ പാകിസ്ഥാൻ്റെ ലെഫ്റ്റനന്റ് ജനറൽ പറഞ്ഞു ട്രെയിൻ സർവീസ് റെസ്യൂം ചെയ്ത പെഷവാർ കൊറ്റ. കൃത്യമായിട്ട് പറയാം, ഏറ്റവും കൂടുതൽ ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ മൈൻസിൽ നിന്ന് വരുന്ന പല മിനറൽസൊക്കെ വരുന്ന എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. ഈ റെയിൽവേ ലൈനാണ് ഉപയോഗിക്കുന്നത്. അവിടെ അവിടെ അനങ്ങാൻ പറ്റത്തില്ല. ട്രെയിൻ പാളങ്ങൾ മുഴുവനും ബോംബിട്ട് തകർത്തേക്കുക. അപ്പോൾ മുഴുവനും നരേറ്റീവ്സ്, അതായത് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള സംഭവം ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ ഊള കളിപ്പിക്കുന്നു. അത് ഇവിടുത്തെ പത്രങ്ങൾ അത് ഏറ്റുപാടുന്നു. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നതിൽ എന്താണ് ഈ സംഭവം, എവിടെയാണ് ഇത് ചെന്ന് നിൽക്കുന്നത്, ഇവിടെയാണ് പാളിച്ച എന്ന് പറയുന്നത്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക്
ഒരാൾ പറയുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ഡ്യൂ ഡെലിജൻസ് ഇതിനെ പറ്റി അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ വെർട്ടിക്കൽസും കമ്പണൻസും മാറി മാറി പരീക്ഷിക്കും. നമ്മളതിനെ റിസർച്ച് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും ഓരോ കാര്യങ്ങളും ഓരോ വെർട്ടിക്കൽസും എടുക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ ചില വീഡിയോകളൊക്കെ ഉണ്ടാക്കും. ഞാൻ വലിയ സ്മാർട്ടുന്ന കാര്യമല്ല ഈ പറയുന്നത്. സിമ്പിളായിട്ട് ഇതാണ് എൻ്റെ മോഡസ് ഓപ്പറണ്ടി എന്ന് പറയുക. കാരണം 10-30 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയ സംഭവം. ഒരാളൊരു കാര്യം പറഞ്ഞു, ഒരു റിപ്പോർട്ടർ കാര്യം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഞാനത് 2-3 പോയി അന്വേഷിച്ച് കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് ഈ സംഭവം ഓക്കെ നമുക്കിത് ക്യാരി ചെയ്യാം. ഇങ്ങനെയാണ് ഈ ജേർണലിസത്തിൽ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു കാര്യം പറയും, നിങ്ങളത് വിശ്വസിക്കുന്നു. അപ്പം എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തെ തുലച്ച് കളയാൻ ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എങ്ങനെ റോങ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും? യു ഗോട്ട് മൈ പോയിന്റ്. ഇതുകൊണ്ടാണ് ഓരോ സ്റ്റോറിക്കകത്ത് റിസർച്ച് ചെയ്തും മെറ്റീരിയൽസ് തയ്യാറാക്കി അത് ഡെലിവർ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ അതേപോലെ അടിച്ചങ്ങ് വിടുവൊന്നുമല്ല. അപ്പം അതാണ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ജേർണലിസം എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.